വേറെ ലെവലാണ് കേട്ടോ. വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇതിന് മേളിലാണ് പൊന്മുടി. പൊന്മുടിയുടെ തൊട്ട് താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എത്ര തട്ടായിട്ടാണ് വരുന്നത്? 1, 2, 3. ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേയില്ല ഇങ്ങനൊരു യാത്ര അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷ്വൽ എനിക്ക് എടുക്കാൻ കഴിയുമെന്ന്. നമ്മൾ ഈ പൊന്മുടി ചെന്ന് കഴിഞ്ഞാലേ അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഭാഗം കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഇത് കാണാൻ പറ്റും. നമ്മൾ ഈ ഭാഗത്തൊക്കെ ചെല്ലുമോ പൊന്മുടി ചെന്ന് കഴിഞ്ഞാൽ? അവിടെ ആ ആ ടോപ്പാണ്. 1883 ടീ ഫാക്ടറി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. 1883 ഈ ടോപ്പ് മുകളിൽ ചാക്കുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അത് കയറി കാണണ്ടല്ല, വെറും കരിച്ചകൾ നൈസ് ചാക്ക് ഇട്ടിട്ടുണ്ട്. ഈ ലീഫ് കൊണ്ടുവന്നപ്പോൾ തേയിലയുടെ ഇല കൂടെ കൊണ്ടുവന്ന് ഇതിനകത്ത് തൂക്കി ഇതിൻ്റെ മുകളിൽ ഇട്ട് ഈ നിരത്തിയിടും. തട്ട് തട്ടായിട്ട് ഇങ്ങനെ ചാക്കിട്ടിട്ടുണ്ട്. നിരത്തിയിട്ട് അത് വാടുന്നതിന് വേണ്ടിയാണ് ഇനി അകത്തിട്ടത്. ഓക്കെ. ആ തേയില അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ 2 അടുപ്പുണ്ട്. ഇത് സെയിം 2 അടുപ്പിനകത്ത് തേയില അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ തേടും. ഇതിൻ്റെ ചൂട് അവിടെ പോകുന്നുണ്ട്. ഇത് മുകളിൽ പോയി ഈ തേയില വാടുന്നതിന് വേണ്ടിയാണ് ഈ അടുപ്പിലെ തീ അവിടെ ഇട്ട് അതിൻ്റെ ചൂട് അവിടെ വിടുന്നത്. ഓക്കെ. ഇത് തീ ഇടാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് വിറകാണ്. തേയില അവിടെ വാടിക്കിടക്കുന്നു. ഈ തേയില അരയ്ക്കാൻ വേണ്ടി അവിടെ ഇതിൻ്റെ ഉണക്കാനും എടുക്കാനും അവിടെ ജോലിക്കാർ അവിടെ അതിൻ്റെ മകളിൽ ഉണ്ട്. അദ്ദേഹത്തിന് അവിടെ തന്നെയാണ് ജോലി. ഈ തേയില ഇടുന്നതിന് വേണ്ടിയുള്ള ഇറക്കി തരുന്നതിന് അവർക്ക് അറിയിക്കുന്നതിനുള്ള മണിയാണ്. ഇതിന് കണക്കും കാര്യമൊക്കെ ഉണ്ട്, പഴയ കാലത്തുള്ളതാണ്. ഇത് അടിക്കുമ്പോൾ അവരവിടെ നിന്ന് തേയില ഇറക്കി വിടും. അപ്പം വരാതിരിക്കാനും അത് മണിയടിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ടോപ്പിരിക്കുന്നവർക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉണ്ട്. അതെ, അത് ഇത് റോദ തേയില അരയ്ക്കുന്ന മെഷീനാണ്. അപ്പോൾ ഈ കുഴൽ വഴി തേയില ലീഫ് ഇതിനകത്ത് വരുന്നു. ഒരു മില്ലിൻ്റെ ആ ഒരു സംഭവം തന്നെ. അതെ അതെ അതെ. അപ്പോൾ പച്ച ലീഫ് നേരെ ഇതിൽ വരുന്നു. ഇതിനെ ഈ റോദയിൽ അരച്ച് ഈ ടീപ്പോയിൽ ഇടുന്നു. ഇത് കറങ്ങുന്നതാണ്, സാധനം കറങ്ങുന്നതാണ്. ഓക്കെ. കറങ്ങി അതിൻ്റെ നേർക്ക് പോരും. അത് അരച്ച് ഇത് ഈ ടീപ്പോയിൽ ഇടുന്നു. വാരി ഇടുവാണോ? വാരി ഇടും. വാരി ഇട്ട് അപ്പോൾ ഇത് കാറ്റ് കൊണ്ട് ഇതിലാന്ന് ഉണങ്ങും. നനവ് കാണുമല്ലോ. അതിനുശേഷം ഈ മെഷീനിലിട്ടിട്ട് വീണ്ടും പൊടിച്ചെടുക്കുന്നു. വീണ്ടും പൊടിക്കത്. ഇതിന് അടുത്ത മെഷീൻ ഇത് ഒരു സെക്ഷനാണ്. അത് ഇതിന് പൊടിച്ചതിന് ശേഷം ക്വാളിറ്റി തിരികെ അകത്ത് വേറെ 2 മെഷീനുണ്ട്. ഓക്കെ. ഇത് ടർബൈനാണ് ഇത് ഉപയോഗിച്ചതെന്ന് പറയുന്നത് തെളിവ്. ഇത് 120 അടി നീളമാണ് ഇതിൻ്റെ ദൂരം. അതായത് ഈ ഫാക്ടറിയുടെ മൊത്ത കെട്ടിടത്തിൻ്റെ അളവ്. ഈ ഒരു മോട്ടറാണ് ഇതിൻ്റെ മൊത്തം സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രധാന മോട്ടറാണിത്. ഇതിൽ നിന്നാണ് ഈ കംപ്ലീറ്റ് മെഷീൻ്റെയും പ്രവർത്തനം. അതായത് ഈ പൈപ്പ് വന്നേക്കുന്നുണ്ടല്ല, ഈ കാണുന്നത് ഈ പൈപ്പ് കറങ്ങിയതായി ഇവിടെ വരും. ഇവിടെയാണ് ടർബൈൻ ഫിറ്റ് ചെയ്തിരുന്നത്. ടർബൈൻ കൊണ്ടുപോയി ഇവിടെ ഇല്ല. ഇത് ആ മലയിൽ നിന്ന് ഈ കണ്ടാൽ ഇത്രയും ഹൈറ്റ് കിടക്കുന്ന മലയിൽ നിന്ന് വെള്ളം നേരെ ഇവിടെ വരുന്നു. ഇവിടെ വരുമ്പോഴാണ് ടർബൈൻ കറങ്ങുന്നു. ഈ പൈപ്പ് എന്താ ആ ടർബൈൻ കറങ്ങാനനുസരിച്ച് ഈ ഒരൊറ്റ മോട്ടറിൽ നിന്ന് ബാക്കിയെല്ലാം ഈ 24 മണിക്കൂർ എന്നുള്ളത് ഇത് രാത്രിയും പകലും ഒരേപോലെ ഇരുന്ന് പ്രവർത്തിക്കുകയാണ്. 24 hours ഈ ടർബൈൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും.
ഇതിന് ഓയിൽ മാത്രമാണ് നമ്മളിതിന് ചിലവ് നടന്ന സാധനമുള്ളൂ. ഓയിൽ ടാങ്കെല്ലാം വേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. ഈ AD 1883. എന്നാൽ ഇത്രയും ഇത് വോട്ട് ചെയ്യാൻ കഴിവുള്ള സായിപ്പിന് കറണ്ട് വേണമല്ലോ, അവർക്കത് എടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയില്ല അവരുടെ അന്നത്തെ കാലത്തുള്ള അത് അവരുടെ മീറ്റർ ബോക്സാണ് ഇരിക്കുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ അത് ഇങ്ങനെ നിറച്ചുണ്ട്, പക്ഷേ അവരുടെ സാധനം എന്താ വെസ്റ്റേൺ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് അതിനകത്ത് പേരുണ്ട്. മേഡ് ഇൻ GT ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലേ? അതാണ് GT കൊടുത്തത്, ഗ്രേറ്റ് ബ്രിട്ടൻ. എന്നാൽ അവരുടെ ആ 3 ഫീസോട് അടങ്ങുന്ന ഇത്രയാണ് അവരുടെ കറണ്ട് അവർ വെച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നത് വർക്കിംഗ് ആണ്, കംപ്ലൈൻ്റ് അല്ല. ഇപ്പോഴും വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. അതുകൊണ്ട് കൊടുക്കുന്നുണ്ട് 1880. അപ്പം അത് ഇതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ, അതായത് ഈ ഇവരുടെ കാലഘട്ടം കഴിഞ്ഞു, ഇവരെയൊക്കെ ഇവിടെ നിന്ന് വിട്ടതിന് ശേഷം ഈ സർക്കാരിൻ്റെ അധീനത വന്നപ്പോൾ വനത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല. അതായത് ലീസിനെ ഇവർക്ക് കൈമാറി. സർക്കാർ ഓരോ തോട്ടങ്ങൾ ലീസിന് കൊടുക്കുമ്പോൾ വെള്ളം പിന്നെ വ്യാജമായിട്ട് എടുക്കുമായിരിക്കും. അങ്ങനെ വന്നപ്പോൾ അത് ബ്ലോക്ക് ആക്കിയപ്പോൾ ജനറേറ്റർ വാങ്ങിക്കുന്നത്. അതിനുശേഷമാണ് ഈ ജനറേറ്റർ കൊണ്ടുവരുന്നത്. അതും വർഷങ്ങളായ സാധനം വന്നിരിക്കുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 ശേഷമുള്ളതാണിത്. അത് വർഷങ്ങൾ അതായത് ഇവിടെ ഈ ബ്രിട്ടീഷുകാരൊക്കെ ഇറങ്ങിയ ശേഷം വാങ്ങിയത്. ബ്രിട്ടീഷുകാർ ഓൾമോസ്റ്റ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതോട് കൂടിയായിരിക്കും പോയത്. അവർ തേയിലയ്ക്കും കുരുമുളകിനും ആണല്ലോ വനമേഖല മൊത്തവും. ഇതെന്താ സംഭവം? ഈ പൈപ്പ് ഇതൊക്കെ ഇതിനകത്തുള്ള ഇതൊക്കെ വേണ്ട ഇതിൻ്റെ പുകക്കുഴലാണ്. ഇപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് മെഷീനറി ഉണ്ടല്ലോ, അത് ഇതെല്ലാം തേയിലയുടെ ഭാഗങ്ങളാണ്. തേയിലയുടെ തേയിലയെ ഓരോ ക്വാളിറ്റി തരംതിരിച്ച് എല്ലാം പോകുന്നുണ്ട്. ഈ ഒറ്റ സ്റ്റാർട്ടിൻ്റെ പ്രത്യേകത അത് കംപ്ലീറ്റും ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ മോട്ടറിനാണ് ഇത് കംപ്ലീറ്റ് ബെൽറ്റുകൾ കൊടുത്ത് പ്രവർത്തിക്കുന്നത്. ഈ തേയിലയ്ക്ക് 2 ക്വാളിറ്റി വരും. പൊടിത്തേയില, ഈ വലിയ അങ്ങനെ 2 ക്വാളിറ്റി. അത് തേയിലതാണ്. അടുപ്പെന്ന് പറയുന്നത് ഇലയുടെയും ചെറിയ പൊടിത്തേയില 200 കിലോ ആണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. 200 കിലോ. അത് അതിൻ്റെ ഹോൾ വലുതാണ്. ഇത് കുഞ്ഞരിപ്പാണ്. ഇത് കുഞ്ഞരിപ്പാണ്. പറയാം. ഇവിടെയാണോ ഫൈനൽ പ്രോസസ്സ് നടക്കുന്നത്? ഇതോടെ ഇവിടെ തീരെയാണ്. എന്നിട്ടത് പിന്നെ പാക്ക് ആവുമോ? പിന്നെ പാക്കിങ് കാര്യങ്ങളാണ്. അല്ല, ഇതെന്തിനാണ്? അത് മൂടി കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള സാധനം ഇനി വരും. അതുവഴിയാണ് വരുന്നത്. എല്ലാം കൊടുത്തിട്ടുണ്ട്, സാധനങ്ങൾ ഇനി വരെയാണ്. ഓക്കെ. അത് അതിന് പ്രത്യേകിച്ച് വരുന്നുണ്ടോ? ഈ ചാനലിലൂടെയാണ് ഇങ്ങനെ കറങ്ങി വരുന്നത്. കറങ്ങി വരികയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. ഓക്കെ. അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ. ആ ഒരു കാലത്ത് ഇത്ര സംവിധാനം ഉണ്ടോ നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമുക്കത് ഇത് എങ്ങനെയാണെന്നത് ശരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് കഥകളും അന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് മാത്രമേ അത് അറിയാൻ പറ്റൂ. ഈ പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല. അന്ന് സായിപ്പ് ഉപയോഗിച്ചതാണ് തടിക്കസേര. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വരിച്ചിൽ വന്നു. വരിച്ചിൽ ആ കാലവും കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് പ്ലാസ്റ്റിക് വന്നു. അങ്ങനെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതെ. കുട്ടികൾ വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ശരിക്കും പറയാൻ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ശരിക്കും ഇവിടെ ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ? ഒരു ക്ലാസ് കൂടെയാണ്, അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാര്യം അന്ന് പഴയ കാലങ്ങൾക്ക് ഇതൊന്നും ഇല്ലാത്തപ്പോൾ തടിയാണ് ഉപയോഗിച്ചിരുന്നതെന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ വരിച്ചിൽ വന്നെന്നും അത് കഴിഞ്ഞിപ്പോൾ പ്ലാസ്റ്റിക് പറയാൻ പറ്റും. പിന്നെ പഴയ കാലത്തുള്ള ഹാർമോണി ഇതായിരുന്നു. ഇപ്പോഴാണ് വേറെ എല്ലാ ഇലക്ട്രോണിക്കിൻ്റെ കാര്യങ്ങളെല്ലാം വന്നെന്ന് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിനു വേണ്ടിയാണിത്. പക്ഷേ ഇത് വർക്കിംഗ് കണ്ടീഷനല്ല, പക്ഷേ എങ്കിലും നമ്മൾ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതെ. പക്ഷേ ഇത് കൊടുത്ത് ശരിയാക്കാൻ പറ്റും. ഇതൊക്കെ ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ട്രക്കിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇതേ വായു ശ്വസിച്ച് നമ്മൾ 2 കിലോമീറ്റർ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതേ ഓണം താമസിക്കുന്ന AD 1880 ബംഗ്ലാവിലേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത്. സുഖയാത്രയാണ്. പോയി വരിക. ഇത് ചേട്ടൻ്റെ പേരൊന്നും കൂടെ പറയാം. രാമചന്ദ്രൻ. നേരത്തെ പറഞ്ഞായിരുന്നു.
ഒന്നുകൂടെ ഞാൻ ഓക്കെ. രാമേന്ദ്ര ചേട്ടൻ നമുക്ക് ഈ ഒരു ടീ ഫാക്ടറിക്കകത്തുള്ള മെഷീനറിയുടെ സകല പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് വളരെ ചുരുങ്ങിയ വാക്കിൽ നമുക്കൊന്ന് വിശദീകരിച്ച് തന്നിരിക്കുകയാണ്. അപ്പം ശരിക്കും പറയാം ഇത് എൻ്റെ ഒരു ഭാഗ്യമാണ്, നമ്മുടെ പ്രേക്ഷകരുടെ വലിയ ഭാഗ്യമാണ്. ഇത്രയും 100 വർഷത്തിലേറെ പഴക്കമുള്ള അത്രയും ചരിത്രം ഉറങ്ങുന്ന ഈ ഒരു സ്ഥാപനത്തിനകത്തേക്ക് വരാനും ഇതിനകത്തുള്ള ആ മെഷീനറി നമുക്ക് കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ. എങ്കിൽ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നേരെ ചെല്ലുക. ബംഗ്ലാവ് അത് എന്നാ ബംഗ്ലാവ് അത് ബ്രിട്ടീഷുകാർ താമസിക്കാൻ വേണ്ടി AD 1880 അവർ താമസിക്കാൻ വേണ്ടി അവിടെ ഒരു അമ്മച്ചുണ്ട് കാണാം. ആണല്ലേ. ഇതെന്നാ ബിൽഡിംഗ് ആയിരുന്നു? ഇതിൻ്റെ തേയില ഇവിടെ പാക്കിംഗ് ചെയ്യുന്ന റൂംസാണ്. തേയില പാക്ക് ചെയ്യുന്ന പെട്ടിയൊക്കെ അടിച്ച് സകല പ്രോസസ്സും കഴിഞ്ഞിട്ട് പിന്നെ പാക്ക് ചെയ്യുന്ന രീതി. ഓക്കെ. ഇവിടെ മൊത്തം ഇപ്പോൾ എത്ര തൊഴിലാളികളാണ് ഇതിനകത്ത്? 10 കുടുംബങ്ങളാണ്. അത് അനേകം ആൾക്കാരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പണ്ട് ഇവിടെ 100-600 തൊഴിലാളികൾ ഡെയിലി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം അവിടെ അവരെ കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള സ്കൂളോ കാര്യങ്ങളൊക്കെ അവിടെ കാണത്തില്ലായിരുന്നു? കാലത്ത് ഇവിടെ സ്കൂളുണ്ടായിരുന്നു, ആശുപത്രി ഉണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അങ്കണവാടി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു. കൂടുതൽ തൊഴിലാളികളും ഇവിടെ ഉണ്ട്. 1000-ഓളം ആൾക്കാർ മുംബൈ ചെന്നൈനകത്ത് ഉൾപ്പെട്ടൊരു തോട്ടമാണ്. ഇപ്പം കാലക്രമം അന്നേരം ബോണക്കാടിനേക്കാളും കൂടുതലുണ്ടായിരുന്നല്ലോ. ബോണക്കാട് ഇതിനെക്കാളും കൂടുതലായിരുന്നു. അതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. 3 ഡിവിഷനാണ് ബോണക്കാട്. അപ്പം അന്നേരം ആ സ്കൂളിൻ്റെ ബിൽഡിങ്സ് ഒക്കെ ഇപ്പോൾ കാണാൻ പറ്റുമോ? അതൊക്കെ നശിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കുട്ടികൾ യഥാർത്ഥത്തിൽ കുഞ്ഞു കുട്ടികളൊന്നുമില്ല. ഓക്കെ. എല്ലാവരും വിദ്യാഭ്യാസം കാലങ്ങൾ മാറി. അപ്പോൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഫാമിലീസ് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അല്ല വരുവാണെങ്കിൽ എന്ത് പറ്റും? പാലോട് യാത്രയേ ഉള്ളൂ. പാലോട് യാത്ര. ഇവിടുന്ന് പോകാനുള്ള എന്തൊരു സംവിധാനം? 5 കിലോമീറ്റർ നമുക്ക് ആശ്രയിച്ചാലേ അവിടെ പോകും. അപ്പം പെട്ടെന്ന് പോകാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം എന്തെങ്കിലും ഉണ്ടോ? വെച്ചാൽ വണ്ടി വിളിച്ച് വണ്ടി വന്നേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മറ്റു വാഹനങ്ങളൊന്നുമില്ല? ഇവിടുത്തെ 2 വീലർ ഇങ്ങനെയുള്ള 2 വീലറൊക്കെ ഉള്ളൂ. ഓക്കെ. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയി. ഈ റോഡ് നേരെ പോവുക, എങ്ങും തിരിയണ്ട. അവിടെ ബംഗ്ലാദേശ് എല്ലാം ഒരു അമ്മച്ചുണ്ട്, ബാക്കി കാര്യങ്ങളവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. നമ്മൾ ആ തേയില ഫാക്ടറിക്ക് അടുത്ത് കണ്ട ബിൽഡിങ്ങൊക്കെ തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ് ഈ ബിൽഡിങ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ പണ്ട് താമസിച്ചിരുന്നതായിരിക്കാം, അതല്ലെങ്കിൽ തൊഴിലാളികളുടെ താമസ സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ആകാം. അങ്ങ് അകലൊരു മലകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയൊരു വ്യൂ ആണ്. ലോട്ടസ് ബംഗ്ലാവ് ഗസ്റ്റ് ഹൗസ്, GM ബംഗ്ലാവ്. GM ബംഗ്ലാവ് അങ്ങനെ ഇങ്ങോട്ട്, ലോട്ടസ് ബംഗ്ലാവ് ഇങ്ങോട്ട്. നമ്മൾ ബൈക്കിലോ മറ്റേതെങ്കിലും പ്രൈവറ്റ് വാഹനങ്ങളോ കാറിലോ ജീപ്പിലോ അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആ എൻട്രൻസ് മുതൽ ഇങ്ങോട്ട് കയറി വരാം കേട്ടോ. അപ്പോൾ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. ഇപ്പോൾ മുന്നോട്ടേക്ക് നടന്നു വരുമ്പോഴേ നമ്മൾ കാണുന്ന ഈ ബിൽഡിങ്ങാണ് ഗസ്റ്റ് കോട്ടേജുകൾ. ആ കാണുന്നതൊക്കെ ഗസ്റ്റ് കോട്ടേജിൻ്റെ ഭാഗമാകാം. ഇതാ എഴുതിയിട്ടുണ്ട്, ഒരു ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നു. ഓ, ഇവിടെ നേരിട്ട് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവത്ത കേട്ടോ. നമുക്കൊരിക്കലും ഈ ഫ്രെയിമിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയില്ല, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ നടന്ന് ലോട്ടസ് ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. ഇതാണ് ലോട്ടസ് ബംഗ്ലാവ്. ഇത് കണ്ടോ, അടിപൊളിയായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുകയാണ്. പഴയ 2 ബെഡൊക്കെ ഉണ്ട്, ബാത്റൂം സംവിധാനങ്ങളൊക്കെയാണ്. ടൈലൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇതിനകത്ത് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികളും കാര്യങ്ങളുമെല്ലാം. നമ്മൾ ഇതുവഴി അങ്ങ് ബാഗിലിറങ്ങി. ഇതാണ്ടോ അരകല്ലും സംഭവങ്ങളൊക്കെയാണ്.
ഇപ്പം നിലവിൽ ഇതിനകത്ത് താമസക്കാരുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പം ഇത് കരിച്ചായതുകൊണ്ടാണ് ആ കൊടുക്കാതെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, ഈ ലോട്ടസ് ബംഗ്ലാവിനകത്തുള്ള കാഴ്ചകൾ. 1 നൂറ്റാണ്ട് മുകളിൽ പഴക്കമുള്ള ബിൽഡിങ്സൊക്കെയാണ്. കണ്ടോ, പണ്ട് ഇങ്ങനെ പാറയിലൊക്കെ കെട്ടിയ ബിൽഡിംഗ് ആയിരുന്നല്ലോ. നമ്മൾ ആ ലോട്ടസ് ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് താഴെ വന്നിട്ട് GM ബംഗ്ലാവിലേക്ക് പോകുന്നൊരു വഴിയിലാണ്. ഇലക്ട്രിസിറ്റിയൊക്കെ ഇത് ഇവിടം വരെ വന്നു എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് ഒരു അത്ഭുതം. ഈ എസ്റ്റേറ്റിനകത്ത് നിൽക്കുന്ന പല മരങ്ങളാണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള മരങ്ങളുമുണ്ട്. അതായത് ഏലം ഒഴികെയുള്ള ബാക്കി എല്ലാ സംവിധാനങ്ങളും, ബാക്കി എല്ലാ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. സകല കൃഷികളുമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വനമല്ല. എസ്റ്റേറ്റിനകമെന്ന് പറയുമ്പോൾ നമുക്ക് വനമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ ഒരു വൈബാണ് കേട്ടോ. ഇവിടെയുണ്ട് ഒരു, ഈ റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് റോഡിനടിക്കൂടെ ഒഴുകുന്ന ഒരു നീർച്ചാൽ, നല്ല നീളത്തിൽ കിടക്കുന്ന റോഡ്. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ഇവിടത്തേക്കുള്ള പവർ സപ്ലൈക്കുള്ള ട്രാൻസ്ഫോമർ വെച്ചേക്കുണ്ടോ. പൊന്മുടിയുടെ വേറൊരു ഭാഗത്തിൻ്റെ തൊട്ട് അടിവാരത്ത് വന്നു കേട്ടോ. ഇത് തൊഴിലാളികളുടെ ഒരു ലയം. പിന്നെ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകാം. ഇതൊക്കെ ലയങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് ആൾക്കാർ കാണും. അതല്ലെങ്കിൽ അവർ ജോലിക്കായിട്ട് ഈ എസ്റ്റേറ്റ് വിവിധ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും. ഒരു പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. ആ പൊന്മുടിയുടെ മലനിരകൾ കണ്ടില്ലേ, കംപ്ലീറ്റ് വനമാണ്. മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടെന്ന് പറയുമ്പോഴേ സിനിമ ഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഫ്രെയിമിങ് പറ്റുന്ന ഒരു ഇടമാണ് കേട്ടോ. ഈ വളവൊക്കെ ഉണ്ടോ, ഇതിനകത്ത് എന്തൊക്കെ സിനിമ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അത് ഏത് സിനിമയാണെന്നുള്ള കാര്യം ഞാൻ ചോദിച്ചില്ല. ഇനി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് ചോദിക്കാം. കാര്യം ഇവിടുത്തെ കാഴ്ച കണ്ട് നമ്മളൊരു കിളി പാറിയിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചോദിച്ചു പോകും. ഇതൊരു അന്യായ എസ്റ്റേറ്റ് ആയിപ്പോയി കേട്ടോ. ആ പച്ചപ്പൊക്കെ നമ്മളെ വല്ലാതെ അങ്ങ് ഭ്രമിപ്പിക്കുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ ഒരു വേറെ ലെവലാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയൊക്കെ ഒരു യാത്ര ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മളൊന്നും അറിയണ്ട, ഈ പ്രകൃതി നമ്മൾ മാത്രം. ഇത്രയും മറ്റൊരു മനുഷ്യൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ എങ്ങും ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കുറച്ച് അകലെയാണ് നമ്മൾ കണ്ട റബ്ബർ വെട്ടുകാരനെ കണ്ടത്. തൊട്ടിപ്പുറത്ത് എസ്റ്റേറ്റ് ലയങ്ങളൊക്കെ ഇവിടെ കാണാം. അവിടെ അങ്ങ് ആരെയും കണ്ടൊന്നുമില്ല. ഒരു ബൈക്ക് അവിടെ ഇരിക്കാൻ കണ്ടു. അപ്പോൾ എങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് മാത്രമേ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ ഇച്ചിരി ശാന്തതയിൽ ആ ഒറ്റപ്പെടലിൻ്റെ ഒരു സുഖമുണ്ട്. അതൊരു ഫീലാണ്, ഒന്നൊന്നര ഫീല്. മറ്റേ ആ റബ്ബർ വെട്ടുന്ന ശശി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ശശി എന്നായിരുന്നു അങ്ങനെ പേര്. പുള്ളിക്കാരൻ പറഞ്ഞൊരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം കാട്ടുപോത്ത്, ആന മുതലായ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതാണ്. അത് ഈ റോഡേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സകല മൃഗങ്ങളും സകല വന്യമൃഗങ്ങളും ഇവിടെ ഇറങ്ങും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ ഉള്ളൂ ഇവിടെയൊക്കെ ഇങ്ങനെ കൂളായിട്ട് നടക്കാൻ പറ്റുന്നത്. ഇതാണ്ട അവിടുന്ന് നമ്മളിങ്ങോട്ട് കയറി വന്നത് കേട്ടോ. കയറി വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇതുവഴി അങ്ങോട്ട് ഒരു വഴി കിടക്കുന്നു, ഇതുവഴി നേരെയുണ്ട്. അപ്പം GM ബംഗ്ലാവ് എന്ന് ഇവിടെ ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ വഴി തന്നെ ആയിരിക്കാം. കാര്യം പണ്ടത്തെ റോഡ് ഇതാണല്ലോ. അപ്പോൾ നമ്മൾ കുറേയും കൂടെ മുന്നോട്ട് വന്നപ്പോഴേ ആ GM ബംഗ്ലാവിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ആ ബംഗ്ലാവിലൊരു പട്ടിയുടെ കുരയാണ് ഇപ്പോൾ കേട്ടത്. കണ്ടോ, കേൾക്കുന്നുണ്ടോ? ഇതാണ്ട് വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ടോ? പൊന്മുടി മലനിരകളിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന ഇതേപോലെ ചെറിയ ചെറിയ അരുവികളാണ് താഴെ പോയി വലിയ നദികളായി മാറുന്നത്. ഈ കല്ലടയാറ്, കുളത്തൂപ്പുഴ ആറ് ഞാൻ അറിഞ്ഞിടത്തോളം ഈ പൊന്മുടി മലനിരകളിൽ നിന്നൊക്കെയാണ് ഉത്ഭവിക്കുന്നതാണ് പറയുന്നത്. ഇതേപോലെ ചെറിയ അരുവികളെ, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കും അല്ലേ? വേണ്ട, ഞാനിപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇങ്ങോട്ട് വന്ന് എന്തൊരു ബിസ്ക്കറ്റ് വല്ലതും കൈ കരുതേണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ച പോലുമില്ല. അല്ലെങ്കിൽ പട്ടികൾക്കെല്ലാം എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ കൈ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാകുമായിരുന്നു, ഈ പട്ടികൾക്കൊരു സന്തോഷമാകുമായിരുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാലും വരുന്നില്ലല്ലോ. ചുമ്മാതെങ്കിലും ബാഗ് കയ്യിലുണ്ടായിരുന്നു. അപ്പം ബാഗിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഇടേണ്ടിയിരുന്നു. അവിടെ ജി എം ബംഗ്ലാവിൻ്റെ ഗേറ്റ് എന്താ അതാണ്ട് എന്തൊരു ബഹളമായിരുന്നു. ഇവിടെ കുറേയായിരുന്നു, കുറയോട് അടുത്ത് വന്നപ്പം അടുത്തേൾ ഇവിടെ ആയിരുന്നു. ചേച്ചി അവിടെ അങ്ങോട്ട് വരാമോ? ഇതാണ് ജി എം ബംഗ്ലാവ് എന്ന് പറയുന്നത് അല്ലേ? ചേച്ചി എന്ത് ചെയ്യുമായിരുന്നു ഇവിടെ? ജോലി ചെയ്യുമായിരുന്നല്ലേ? ഓക്കെ. ഇവിടെ താമസമുള്ളായിരുന്നു ഇല്ലേ? അപ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കിയൊക്കെ ഇപ്പോഴും ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണല്ലേ? ഈ പട്ടിയൊക്കെ ഇവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ അതോ? ആണോ? ഈ കാട്ടിലൂടെയൊക്കെ എങ്ങനെ വരുന്നത്? കാട്ടിലൂടെയൊക്കെ എങ്ങനെ വന്നത്? ഓ അത് ശരി. ഇത് പിന്നെ ചേച്ചി ഇവിടെ ലേലത്തിലല്ലേ താമസിക്കുന്നത്? വീട്ടിലാരുണ്ട് വേറെ? അമ്മയുണ്ടോ? അമ്മയുടെ അമ്മയാണോ? ചേച്ചിയുടെ അമ്മയാണോ? മക്കളൊക്കെ? പെരിങ്ങമലയല്ലേ? ഓക്കെ. ചേച്ചിയുടെ പേരെന്തുവാ? പരമേശ്വരി അല്ലേ? ഓക്കെ. പരമേശ്വരി ചേച്ചി അവിടെ ചേച്ചിയുടെ ജോലിയിലായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്ന് താമസിച്ചാലേ നോക്കി ആ മലയുടെ അതിൻ്റെ അഗ്രഭാഗം കാണാം കേട്ടോ. വേറെ ലെവലാണ് കേട്ടോ. വേറെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നമ്മളൊക്കെ ചില ഊട്ടിയുടെയൊക്കെ ചില ലൊക്കേഷൻ പോലെയൊക്കെ തോന്നിക്കുന്നത് കേട്ടോ. നല്ല കൂളിങ് അനുഭവം ഇവിടെ. ആ വീട്ടിന് മുകളിലൊരു പോക്കുഴിലാണ് കേട്ടോ. നോ സ്മോക്കിംഗ്. നമ്പർ 1AB 1850 AD, റൂം 10. ഇതിനകത്ത് 10 റൂമുണ്ട്, ഒരു കിച്ചണുണ്ട്, 3 ബാത്റൂംസുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് കിച്ചണിൻ്റെയൊക്കെ ഭാഗമാണ് കേട്ടോ. കണ്ടോ അങ്ങോട്ട് പോകുന്നില്ല. അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കണ്ടോണ്ട് ചാടിയും കയറി പോരുന്നേ. എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ആ കെട്ടിൻ്റെ ഒരു സംഭവം ഉണ്ടോ? ഇത് കംപ്ലീറ്റ് അങ്ങ് ഡാമേജായി. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. നല്ല മഴക്കോടൊക്കെ ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാടും. നമ്മൾ ഇതുവഴിയല്ലേ വന്നേ? ഇതേതാ വഴി?
ഇങ്ങോട്ടൊക്കെ വഴിയാണ്. ഈ ഹെലിപ്പാഡ് എവിടാന്നൊരു പിടിയില്ലല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ, അന്യായ ലുക്ക് തന്നെ. അതാ പൊന്മുരിയുടെ വേറെ ഭാഗം ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ് കേട്ടോ. കറങ്ങി വന്ന് ഇങ്ങോട്ട് ഇവിടം വരെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ GM ബംഗ്ലാവിൻ്റെ ഭാഗമെല്ലാം കണ്ട് താഴോട്ട് ഇറങ്ങാൻ പോവുക. ഇവിടെ ഗേറ്റ് ക്ലോസ് ആണ്. ഇവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ വരുമ്പോഴേ ഇത് ഓപ്പൺ ആവത്തുള്ളായിരിക്കും. നമുക്ക് താഴോട്ടിറങ്ങാം. അടിപൊളി സ്ഥലമാണല്ലോ അമ്മേ, നല്ല സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമേ. ഇതെവിടാ ഈ ഹെലിപ്പാഡ് എവിടെ ഉള്ളതെന്ന് പറയുന്നത്? ആ മറ്റേ വാട്ടർ ഫാളിൻ്റെ അടുത്തു. ഓക്കെ, ഇതെന്ത് മരമാണ് നിൽക്കുന്നത്? ഇത് യൂക്കാലി അല്ലേ? ആ യൂക്കാലി മരത്തിൻ്റെ ആ ഒരു വണ്ണം കണ്ടോ? അന്നേ ഉള്ളതല്ലേ? ബ്രിട്ടീഷുകാരെ കാലത്തേ ഉള്ള യൂക്കാലിയാണ്. വിസിറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഈ ഒരു കാഴ്ചകളെ. ഇതൊക്കെ എന്ത് ടൈപ്പ് മരങ്ങളാണെന്ന് അറിയാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയുണ്ട്. ഹായ്, ഇവിടെ കുറേ വിസിറ്റേഴ്സും ഉണ്ട് കേട്ടോ. അവർ വന്ന 2 കാറുകളാണിത്. സംഭവം അതെ, ഇത് മാഡം വാട്ടർഫാൾസിലേക്കുള്ള പോകുന്ന വഴിയത്. നമുക്ക് ആ വാട്ടർഫാൾസിലേക്കൊന്ന് പോകാം. പിന്നെ അവിടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന ഒരു ഹെലിപ്പാഡൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. നമുക്കതൊക്കെ ഒന്ന് പോയി കാണാം. ഈ ബംഗ്ലാവ് എന്നൊക്കെ പറയുമ്പം പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള സമയത്ത് അവർ പണിഞ്ഞ വീടുകൾ. സാധാരണ ഒരു വീട് ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ ആനക്കാരിയൊന്നുമില്ല. പക്ഷേ ഒരു എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് പുരാതനമായ ഒരു നിർമ്മിതി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെയൊക്കെ ഒരു നിർമ്മിതി എന്ന നിലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രാധാന്യമാണ് നമുക്കിതൊക്കെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഒരു അത്ഭുതം പോലെ മനസ്സിൽ നിൽക്കുന്നതിൻ്റെ കാര്യം അതൊക്കെയാണ്. അതല്ലാതെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ വീട് മാത്രമാണത്. ഇതാ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പം ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നു, ഇതും വഴി കിടക്കുന്നു. ഹെലിപ്പാഡിനൊക്കെ എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഹെലിപ്പാഡ് നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വർക്കല ചെന്നപ്പോൾ അവിടെയുണ്ട് ഹെലിപ്പാഡ്. ഇവിടെ ഹെലിപ്പാഡ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അവിടെയുള്ള ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ട് പ്രാധാന്യമുണ്ട്. നമ്മളതിനെ ആ നിലയ്ക്ക് കണ്ടാൽ മതിയെന്ന് തോന്നുന്നു. ഒരു മരം വീണ് കിടക്കുന്നുണ്ടോ? ഇതിന് മുകളിലാണ് പൊന്മുടിയുടെ തൊട്ട് താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങോട്ട് ഏത് വഴിയാണോ? ഈ ഹെലിപ്പാഡ് ഏത് ഭാഗത്താണ്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കാറൊക്കെ കയറി വരുമെന്ന് വെച്ചാൽ ഇച്ചിരി പാടാണ്.
കുഴപ്പമില്ല. എങ്കിലും റോഡിൻ്റെ അവസ്ഥ ഇവിടെയാണ് ഇച്ചിരി നല്ല മോശമായിട്ട് കിടക്കുന്നത് കേട്ടോ. ശരിക്കൊരു ഓഫ് റോഡ് ആണിത് ഈ ഭാഗം. അല്ല മറ്റേത് ടാറൊക്കെ ഇട്ട് പല ഭാഗത്തും ടാർ ഇളകിപ്പോയി നാശമായിട്ട് കിടക്കുന്നൊരു പ്രശ്നമുള്ളൂ. ഇത് ടാറെന്ന് പറയുന്ന സംഭവമില്ല. ഒരു എക്സാക്റ്റ് ഓഫ് റോഡാണിത്. ഇത്രയും ഭാഗം ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നു, ഇങ്ങോട്ടും പോകുന്നു. ഈ വഴി പോയി നോക്കാം. ഇത് നോക്ക്, ആ ഫ്രെയിം നോക്കൂല, നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഹരിതാഭ വെയിൽ വന്ന് അടിക്കുമ്പോഴേ നല്ല പച്ച കണ്ടോ. ബാക്ക്ഗ്രൗണ്ടിലാ പൊന്മുടി മലനിരകൾ. ഇതായിരിക്കാം മറ്റേ എന്താണ് മറ്റേ ഹെലിപ്പാഡ് എന്ന് പറയുന്ന സംഭവം. ഇതായിരിക്കും ഉദ്ദേശമല്ലോ. സംഭവം ഇത് തന്നെ. ഓ, ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് അവിടെയുണ്ട്, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. മേടം വാട്ടർഫാൾസ് അവിടെ. ഇത് നോക്കി, പൊന്മുടി മലനിരകൾ. എന്നാ ഭംഗിയെ നോക്കൂലേ. ഇതാണ് മോനെ പൊന്മുടി എന്ന് പറയുന്നത്. ഈ മരങ്ങൾ കണ്ടോ, ഇതെന്ത് മരമാണ്, എന്തോ മരം. ഇവിടെ ആൾക്കാർ വന്നിങ്ങനെ വട്ടമൊക്കെ വരച്ചിട്ടേക്കുന്നു. ഇവിടെ വരെ വന്നതിൻ്റെ ഒരു സന്തോഷം അല്ലേ. ഇതുവരെയുള്ളൊരു യാത്രയെന്ന് പറയുന്നത്, കണ്ട കാഴ്ചകൾ, ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത് ഒരു അന്യായ അനുഭവമായി പോയി കേട്ടോ. അന്യായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. ഈ എസ്റ്റേറ്റിൻ്റെ പേര് വെച്ച ആ ബോർഡ് ആ ബസ്സിൽ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ ഇത് അറിയത്തില്ല ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അറിയുന്നത്. അതല്ലെങ്കിൽ ഞാൻ പിന്നെ അടുത്ത 8 മണിക്കുള്ള ബസ്സിൽ കയറിയ പൊന്മുടിക്ക് പോയേനെ. ആ പൊന്മുടി ഇന്ന് വേണം ചിലപ്പോൾ ഈ ഭാഗങ്ങൾ കണ്ട ഇതൊക്കെ എന്തുമായിരിക്കുമെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ അതിൻ്റെ മണ്ടയ്ക്ക് നിന്നേനെ. ഇപ്പം പൊന്മുടിക്ക് പോകാൻ ഇനിയും അവസരമുണ്ടല്ലോ. ഇനി ഇവിടെ വരാനും അവസരമുണ്ട്. എങ്കിലും ഇത്രയും നേരമൊക്കെ ഇവിടെ വന്നതിൽ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മേടം വാട്ടർഫാൾസ്. ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ സാധാരണ ഒരു നാട്ടിൻപുറങ്ങളുടെ ഒരു എക്സ്പീരിയൻസോ ഒരു ടെറൈൻ പോലെയല്ല കേട്ടോ. ഈ ഫ്രെയിമൊക്കെ കാണുമ്പോഴേ നമ്മളൊരുമാതിരി ഒരു ഊട്ടിയിലൊക്കെ പോയതുപോലെ. അതങ്ങനെ ഞാൻ പറയുമല്ല, ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ എന്തോ ഒരു ചെറിയൊരു ഷെഡ് കാണുന്നുണ്ടല്ലോ, ഇതാണ് പരിപാടി. ഇവിടെ വരുന്നവരൊക്കെ ഒരു പേരൊക്കെ എഴുതിയിട്ടേക്കുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് നടന്നു വന്നേ. അടിപൊളി. ഇതൊരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ വിവിധ തട്ടുകളായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ നേര് പൊന്മുടി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സാധനമാണ്. ഇതൊക്കെ പൊന്മുടി മലനിരകൾ എന്നൊക്കെ തന്നെ പറയാം അല്ലയോ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗവും. അടിപൊളി. ഇത് നമുക്ക് 2 വലിയ ഭിത്തി പോലെ ഈ ഭാഗത്തും. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇവിടെ കണ്ട ഒരു വലിയൊരു പീസ് ഇവിടെ തങ്ങിയിരിക്കുന്നത് കേട്ടോ. അവിടെ തങ്ങിയിരിക്കുകയാണ് ആ വള്ളിയിൽ. അതാണ് തറ വീണ് കഴിഞ്ഞാൽ പണി പാടും. അതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് ഇറങ്ങുന്നവർ ശരിക്കും സൂക്ഷിക്കണം.
നല്ല കണ്ണീര് പോലുള്ള വെള്ളമാണ് കേട്ടോ. ഈ ഭാഗത്തൂടാണ് വന്നത്. നോക്കൂ, അവിടെ ഒരു പാറ ഇരിക്കുന്നത്. ഞാൻ വെള്ളത്തിൽ നിന്ന് കയറി. ഞാൻ വെള്ളത്തിലൊന്ന് ഇറങ്ങി. ഭയങ്കര നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടം വരെ കയറി. ഇനി കുറേ കൂടെ ഭാഗങ്ങളുണ്ട് കേട്ടോ. ഒരു പ്രേത ബംഗ്ലാവോ അങ്ങനെ എന്തോ പറയുന്നൊരു ബംഗ്ലാവുണ്ട്. ഇത് ഒരുപാട് കയറി. 1:30 ബസ്സുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 12 മണിയായി. 1.5 മണിക്കൂർ കൊണ്ട് താഴെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ച് പോവുകയാണ്. ഓക്കെ. ഇപ്പോൾ സമയം 1:52. അപ്പോൾ ഇത് തമ്പാനൂരിലൂടെ ബസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 1:30ക്കാണ് ഇവിടെ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ 1:52. കത്തോട്ട് സ്റ്റേ ആണോ? കത്തോട്ട് വേണ്ടി 2:30 പോകും. അപ്പോൾ 2:30 ബസ് തമ്പാനൂരോട്ട് പോകത്തുള്ളൂ കേട്ടോ. ഈ ബസ് എന്ന് പറയുമ്പം RSC 81. നമ്മൾ രാവിലെ വന്നു പറയുന്നത് RSC 289 എന്ന നമ്പറുള്ള ബസ്സാണ് രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതായത് 6:20 തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് വന്ന ബസ്സായിരുന്നു. അത് നെടുമങ്ങാട് ഡിപ്പോയിലെ വണ്ടിയാണ്. ഇതും നെടുമങ്ങാട് ഡിപ്പോയിലാണ്. നെടുമങ്ങാട് നിന്ന് തമ്പാനൂർ വന്നിട്ടാണ് ഈ 2 ബസ്സും ഇങ്ങോട്ട് സർവീസ് ചെയ്തത്. ബ്രൈമൂർ നിന്ന് ഇനി തമ്പാനൂരിലേക്ക് പോകേണ്ട ബസ്സാണ്. നമ്മുടെ ബ്രൈമൂർ എസ്റ്റേറ്റിൻ്റെ ഗേറ്റിന് തൊട്ട് ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുക. എന്നാ പവറാന്ന് നോക്കൊരു വണ്ടിയുടെ. അടിപൊളി ഒരു 1-2 പിക്ക് എടുക്കാം. ഞാൻ ഇനി ഒരു കാര്യം പറയാം. അതായത് പലപ്പോഴും KSRTC ആയിട്ട് ബന്ധപ്പെട്ട് പല പോസ്റ്റുകളും പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അറിയാൻ കഴിയാത്ത കുറച്ച് ആൾക്കാരെങ്കിലും കാണും. അന്നേരം അവരുടെ ഒരു ശ്രദ്ധയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതായത് നമുക്കിപ്പം KSRTC യാത്ര ചെയ്ത് ചിലപ്പോൾ നമ്മുടെ ബാഗ് എന്തെങ്കിലുമൊക്കെ ബസ്സിനകത്ത് പോവുക, അല്ലെങ്കിൽ ബാക്കി ടിക്കറ്റിൻ്റെ പൈസ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതി നമുക്ക് പറയാനുണ്ടാവുക, അതല്ലെങ്കിൽ നമുക്ക് ഈ KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും റൂട്ടിൽ പോയ ഇതേപോലൊരു ബസ്സിനുമായി ബന്ധപ്പെട്ടൊരു നല്ല വാക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഡിപ്പോയിലേക്കോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിക്കോ അങ്ങനെ ആരെങ്കിലും, അതല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കായിട്ടൊരു നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത് സഞ്ചരിച്ച ഒരു റൂട്ട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് പോയ ബസ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം പറയുമ്പോൾ പല ആൾക്കാർക്കും കണ്ട് ഇതേപോലെ KL 159534 എന്നൊക്കെ പറയുന്ന നമ്പറുണ്ടല്ലോ, ഈ നമ്പർ വെച്ചാണ് പലപ്പോഴും ആൾക്കാർക്ക് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏത് ബസ്സാണെന്ന് വെച്ചാൽ ആ ബസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏക മാർഗ്ഗം എന്ന് പറയുമ്പോൾ അതാണ്ട് ഈ നമ്പരാണ്. മനസ്സിലായോ? RSC 81 നെടുമങ്ങാട് ഡിപ്പോ. ഈ സംഭവം പറയുമ്പോഴേ അത് ഏത് ബസ്സാണെന്ന് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇത് മിക്ക ആൾക്കാർക്ക് അറിയാവുന്നതാണ്. പക്ഷേ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അറിയാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പലപ്പോഴും പല സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇതുവരെ ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാർക്കൊരു ക്ലിയർ ആയി വരാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ.